ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റീയൂസ് ചെയ്തിട്ട് നല്ലൊരു ഓർഗനൈസേഴ്സൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഹാബിറ്റ്സൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരായിട്ട് ഫുൾ ടൈം ആ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലും കാര്യങ്ങളൊന്നും ഇരിക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ഹാബിറ്റ്സൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെയും കൂടെ ഇങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് അപ്സൈക്ലിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഓർഗനൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ബനിയൻ്റെ ക്ലോത്തൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ബാക്കി ക്ലോത്തൊക്കെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിൻ്റെ വേസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം പാർട്ട് വെച്ചിട്ടാണ് ഓർഗനൈസർ ചെയ്തെടുക്കുന്നത്. ക്ലോത്ത് ഞാനിതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു സ്റ്റിഫ്നെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോം ഷീറ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈസിലി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പാക്കറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റ് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബോട്ടം പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് നിവർത്തിയെടുക്കേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ 10.5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ കവറിൻ്റെയും വിഡ്ത്ത് ഇതന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് വിഡ്ത്ത് കുറയ്ക്കുന്നില്ല, സെയിം വിഡ്ത്ത് തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി വന്നിട്ട് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കവറിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് 14.5 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെയിം മെഷർമെൻറ്റിൽ ക്ലോത്തും അതുപോലെ തന്നെ ഈ ഒരു കവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ലൈനിങ്ങിൻ്റെ ആവശ്യം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ ബെഡ്ഷീറ്റിൻ്റെ പീസൊന്ന് ഇതിൻ്റെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉള്ളിലേക്ക് സെൻറ്റർ പോർഷനിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല വശം പുറത്തോട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഫാബ്രിക്കും അതുപോലെ ലൈനിങ് ഫാബ്രിക്കും വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ജസ്റ്റ് ഫുള്ളായിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ കാണിച്ച പോലെ തന്നെ ഒന്ന് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം എടുത്തിട്ടുള്ള ഫാബ്രിക്കില്ലേ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലും ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് മുകളിൽ വരുന്ന രീതിയിലും ആക്കിയിട്ട് ഇതുപോലെ സെൻറ്റർ പോർഷനിൽ നിന്ന് വിഡ്ത്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈക്വൽ പാർട്ടാക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള 4 കോർണേഴ്സിൽ നിന്നും ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന പീസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇതാ 1 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് ലെങ്ത്തിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. പിന്നെ അതാ വിഡ്ത്ത് വൈസ് വെച്ചിട്ട് ഒരു ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്കിംഗ് കൂടെ കൊടുക്കുക. എന്നിട്ടതൊരു ബോക്സ് ഫോം ആക്കിയിട്ട് എടുക്കേണ്ടതാണ്. സെയിം മെഷർമെൻറ്റ് നമ്മൾ അതിൻ്റെ മുകളിലുള്ള കോർണറിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു 2 ലൈനും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിതൊന്ന് ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ ഉള്ളിലേക്ക് നീട്ടി വരച്ചിട്ടുള്ള 2 ഇഞ്ചിൻ്റെ ലൈനില്ലേ അത് 2 തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി ആ ഒരു ജോയിൻ ചെയ്തതിൻ്റെ സെൻറ്റർ പോർഷനില്ലേ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെയാണ് ഈ ഒരു കോർണേഴ്സിലും ചെയ്യുന്നത്. 1 ഇഞ്ച് ഹൈറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, ഉള്ളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് സെൻറ്ററിൽ ഫോം ആവുന്ന ആ ഒരു ബോക്സ് ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റുക.
അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല, സിമ്പിളാണ്. ആ ഒരു ഏരിയ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സിപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മുകളിലേക്ക് ഓപ്പൺ സൈഡില്ലേ അതിലേക്ക് ഒരു സിപ്പർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സിപ്പറിൻ്റെ ഹാൻഡിലില്ലേ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം. അത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം ഫേസ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ബാക്കി നമ്മളിതുപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ വെച്ചതിന് ശേഷം റണ്ണറെല്ലാം ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ റണ്ണർ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സിപ്പിൻ്റെ നെക്സ്റ്റ് സൈഡ് നമ്മുടെ അടുത്ത എൻഡിലേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു റണ്ണറിലൊന്നും സ്റ്റിച്ച് ആവാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന സിപ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ സെൻറ്ററിലേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള കോർണേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സിപ്പിൻ്റെ എൻഡൊക്കെ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെയും ലൈനിങ്ങിൻ്റെയൊക്കെ ഇടയിലാക്കിയിട്ട് സിപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് എൻഡും ഇതുപോലെയുള്ള രണ്ട് എൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് ഈ 4 കോർണേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് 4 സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വൈഡാക്കിയിട്ട് പിടിച്ച് വെക്കുക. ആ ഒരു കോർണർ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം രണ്ട് സൈഡും കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ പിടിക്കുന്നത്. ആ ഒരു സെൻറ്ററിലെ സ്റ്റിച്ച് രണ്ട് സൈഡിലും ഈക്വലായി വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് ബാക്കിയുള്ള 3 കോർണറിലും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ 4 കോർണറിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സിപ്പില്ലേ അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കുഞ്ഞു പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ചെറിയ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ക്ലോത്ത്സൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള പൗച്ചൊക്കെ മാർക്കറ്റിൽ കുറച്ചധികം പ്രൈസി ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ ചെറിയ ചെറിയ സ്റ്റഫ് സ്റ്റോർ ചെയ്യാനും അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ചൊക്കെ ആക്കിയിട്ട് ഇതുപോലെയുള്ള ബാഗ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ സ്ട്രിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് സൈഡിലും ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാനും കൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൺ സൈഡൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ്. ഇനിയിപ്പോൾ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് കുറച്ച് വലിയ സൈസിൽ നമുക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ എക്സ്ട്രാ ക്ലോത്ത്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിതൊരു മിനി വേർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ.
നമ്മൾ നെക്സ്റ്റ് ഓർഗനൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതൊരു ഓർഡിനറി ആയിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അപ്സൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു എൻറിച്ച്ഡ് ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ കോർണർ ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ റീയൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ആൻഡ് പിങ്ക് എടുക്കുന്നുണ്ട് ഒരു ബേസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിങ് വേറെ സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്നില്ല, ഇതിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചൊരു പിങ്ക് ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് 2 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കോട്ടെങ്കിലും ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് കോട്ട് ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സെക്കൻഡ് കോട്ടും കൂടെ ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ദാ സെക്കൻഡ് കോട്ടും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ആവശ്യമുള്ള പ്രിൻസൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയുള്ള കുറച്ച് ഡിസൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുട്ടികളുടെ ആക്സസറീസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലിഡിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ ബോക്സിൻ്റെ സൈഡിലുമായിട്ട് മാത്രമാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറീസിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ ലീവ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലെയറിങ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് കോട്ടിങ് എപ്പോഴും ഡ്രൈ ആയതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ ലെയറിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതാ രാവിലെ 7:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നിന്നിട്ടുള്ളതായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ സ്റ്റെപ്പും ഡ്രൈ ആയതിന് ശേഷമാണല്ലോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് മോക്ക് മാത്സിൻ്റെ എക്സാമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ അവൾ സ്കൂളിലേക്ക് പോയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ചെറിയ മോൾ വന്നിട്ട് അവളുടെ കപ്പിൽ ഇത് സെയിം ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കപ്പ് സ്ട്രോബെറി കപ്പാക്കിത്താന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവളെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുഞ്ഞ് കണ്ടെയ്നറിൽ, അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കണ്ടെയ്നറിലും കൂടെ ചെറിയൊരു രീതിയിൽ ഞാൻ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ മുപ്പത്തി സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെയും ആ ഒരു അവൾ യൂസ് ചെയ്യുന്ന കപ്പിലേക്ക് ഇതുപോലെയുള്ള സെയിം സ്ട്രോബെറി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതും കൂടെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ളതായിട്ടുള്ള കപ്പിലൊക്കെ നമുക്കിതുപോലെ ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വാഷബിളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വാർണിഷും കൂടെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കത് വാഷബിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ വാട്ടർ പ്രൂഫാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു കുഞ്ഞ് കണ്ടെയ്നറാണ് കേട്ടോ അപ്സൈക്കിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം അവളൊന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം കളിച്ച് നോക്കി. എന്നിട്ട് പിന്നെയും ആ ഒരു കപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പിങ്ക്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൻ്റെ ബേസ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ബേസ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല, ഡയറക്റ്റ് പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ കുഞ്ഞു ഡിസൈൻ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഡോട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചെറിയുടെ ഡിസൈനാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, കുഞ്ഞ് ഐറ്റംസിലൊക്കെ ചെറിയ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു പ്രിൻറ്റ് കൂടിയിട്ടാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെ നമ്മുടെ കുട്ടികളുടെ ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതുപോലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ ചെറിയ ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടും അതുപോലെ നോ കോസ്റ്റിലും ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ അപ്സൈക്കിൾ ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇതും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, ഓർഗനൈസറും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അത് നമുക്ക് കീ ചെയിനൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞ് ഐറ്റംസൊക്കെ കീ ചെയിനും കൂടി ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റഫൊക്കെ കുട്ടികളുടേതായിട്ടുള്ള ചെറിയ സ്റ്റഫൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാർണിഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എല്ലാ സൈഡിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം ഡ്രൈ ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡിലേക്ക് നമ്മളൊരു ഹോൾഡറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇതുപോലെയുള്ളൊരു ബിഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിലേക്കൊക്കെ ആക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബോക്സ് എൻ്റെ പെയിൻറ്റ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എൻ്റെ കളേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ പലതും പല കണ്ടെയ്നേഴ്സിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഇതിലേക്ക് ഓർഗനൈസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് വന്നപ്പോൾ മോക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് ഇങ്ങനെയുള്ള പ്രിൻ്റൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടേതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഇതിലേക്ക് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതിനേക്കാളും ഒരു ഓർഗനൈസേഴ്സിൽ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കൂടെ നീറ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നേഴ്സൊക്കെയാണ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്ലിപ്സ് അതുപോലെ തന്നെ ക്രാബ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിൽ അതുപോലെ നമ്മുടെ ഡ്രോകളിലൊക്കെ ഇതുപോലെയുള്ള നമ്മുടെ കുക്കീസിൻ്റെ കൂടെയും ആ ഒരു കേക്കിൻ്റെ കൂടെയൊക്കെ വരുന്ന ബേസില്ല, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇതൊന്നും കളയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് പീസ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബാംഗിൾസ് ഉള്ളതൊക്കെ ഞാനിതിലേക്കൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെയുള്ള കിഡ്സ് ഫേവറേറ്റ് ഡിസൈൻസൊക്കെ വരുന്ന ഓർഗനൈസേഴ്സൊക്കെ മാർക്കറ്റിൽ കുറച്ചധികം പ്രൈസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്കിതുപോലെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നോ കോസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അധികം കുട്ടികളും സ്ക്രീനിൻ്റെ മുമ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സ്ക്രീൻ ടൈം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഹാബിറ്റ്സൊക്കെ അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരുന്ന ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അധികം നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ, ഞാൻ ഹോസ്റ്റലായിരുന്ന ടൈമിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യൽ കടൽ തീരത്തൊക്കെ പോയിരിക്കും വൈകുന്നേരം. നമുക്ക് PT പീരീഡൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ നല്ല സ്റ്റോൺസൊക്കെ ഇല്ലേ, അതൊക്കെ സ്മൂത്തായിട്ടുള്ള സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്ത് വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ പെയിൻറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വെക്കേഷനായിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ചിരട്ട, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആകാനും അങ്ങനെ കുറേ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ വേറെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഐറ്റം എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു ബ്രേക്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം കൂടെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെക്കേഷൻ ടൈമൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പെയിൻറ്റിങ് മാത്രമല്ല, വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതിനും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈ ഒരു ഓർഗനൈസർ ഇതുപോലെയുള്ള ചെറിയ ക്രാബൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ മോൾഡതാണ്. അപ്പോൾ ഇത് അതിൽ മിസ്സപ്പ് ആവാണ്ട് വെച്ചിട്ട് ഇത് ചെറിയൊരു സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സേഫ്റ്റി പിന്നെ ഹിജാബ് പിൻസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി നമുക്ക് ഇതുപോലെയുള്ള ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിലൊക്കെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്, ക്യൂട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അപ്സൈക്കിളൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുട്ടികൾക്കും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സൊക്കെ അവരെടുക്കലുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രിൻ്റൊക്കെ കൊടുത്താൽ തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്സൈക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ഏരിയാസൊക്കെ നീറ്റ്ലി ഓർഗനൈസ് ചെയ്യാൻ കൂടി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി അപ്സൈക്കിൾ ചെയ്ത് കളറൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഞാനിത് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു നോർമൽ കപ്പാണ് നമ്മൾ അപ്സൈക്കിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള പ്രിൻറ്റ് കാര്യങ്ങളൊന്നും അത്ര ക്വാളിറ്റിയുള്ള പ്രിൻ്റൊന്നും അല്ല വരുന്നത്. ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിലെല്ലാം വരുന്ന ഒരു പ്രിൻ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി പെയിൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് വാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കും ഞാൻ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള സെയിം പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺ ഡിമാൻഡിൽ ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ വേറെ പ്രിൻറ്റിങ്ങിന് എനിക്ക് ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സെയിം ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് സെയിം ഡിസൈൻ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അധികം സ്റ്റെപ്സ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് ബേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ സ്ട്രോബെറിയുടെ പ്രിൻ്റൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഡിസൈനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് കപ്പൊന്ന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ട്രാൻസ്ഫോർമേഷനും നല്ലൊരു ലുക്കിലേക്കാണ് കേട്ടോ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കപ്പ്, അതുപോലെ നമ്മുടെ ഡെക്കോ പീസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒരു പുതിയ ലുക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും നമുക്കൊരു പുതിയ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കപ്പും ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.